നമസ്കാരം, ഞാൻ ഡോക്ടർ സെന്തിൽകുമാർ, കോസ്മെറ്റിക് സർജൻ, കോയമ്പത്തൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നാം ഈ വീഡിയോയിൽ 5 ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഓൺ ഗൈനക്കോമാസ്റ്റിയ സർജറി നോക്കാം. ഫാക്ട് നമ്പർ 1. ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി പറയുമ്പോൾ ഒരു പേടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. കാരണം ഇത് ഒരു മൈനർ സർജറിയാണ്, കീ ഹോൾ സർജറിയാണ്, ഡേ കെയർ പ്രോസസ്സ്. അങ്ങനെ പറയുമ്പോൾ രാവിലെ വന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 ദിവസം മതി. ഒരു 2 അല്ല 3 ആഴ്ച ആകുമ്പോൾ നിങ്ങൾ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാം. ഫാക്ട് നമ്പർ 2. ഈ സർജറി ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകുമോ? നമ്മത്ര ഓപ്പറേഷൻ ചെയ്തിട്ട് പേഷ്യൻ്റ് അത്ര ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പെയിൻ ബെയറബിൾ ആണ്. പക്ഷേ പെയിൻ പറയുമ്പോൾ ഒരു സബ്ജക്റ്റീവ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മെഡിസിൻസ് വെച്ച് മാനേജ് ചെയ്യാം. ഫാക്ട് നമ്പർ 3. സർജറി ചെയ്ത പിന്നെ സ്കാർസ് വരുമോ? നമ്മൾ ചെയ്യുന്ന പ്രോസസ് കീ ഹോൾ ആണ്. 1 സെൻറ്റിമീറ്റർ താഴെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്കാർസ് വരുന്നില്ല. പിന്നെ അവിടെ നമുക്ക് ഗ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏരിയയിൽ അത്ര ചെറിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഗ്ലാൻസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ സ്കാർ വരാനില്ല. ഫാക്ട് നമ്പർ 4. ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്യുമ്പോൾ വെറുതെ അവിടെയുള്ള ഫാറ്റ് മാത്രം എടുക്കാതെ നമ്മൾ സൈഡിൽ ആക്സിലുള്ള ഫാറ്റ് മറ്റ് സോൺസിലുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മെയിൽ ചെസ്റ്റ് കോൺടൂറിങ് റിസൾട്ട്സ് ബെറ്റർ ആയിട്ട് കിട്ടും. ഫാക്ട് നമ്പർ 5. അത്യാവശ്യமான ചോദ്യം, ഈ സർജറി കഴിഞ്ഞ് പിന്നെ ഗൈനക്കോമാസ്റ്റിയ തിരിച്ചു വരുമോ? നമ്മൾ അവിടെ ഗ്ലാൻഡ് മാത്രം ഫാറ്റ് കംപ്ലീറ്റായി റിമൂവ് ചെയ്ത പിന്നെ ഈ ഗൈനക്കോമാസ്റ്റിയ തിരിച്ചു വരാൻ സാധ്യമില്ല. ഈ 5 ഫാക്ട്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. നന്ദി.